കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഇറ്റലിയിലേക്ക് എൻ്റെ യാത്ര തുടങ്ങി. നേരെ പോകുന്നത് ഇറ്റലിയിലേക്കല്ല, സൗദി വഴിയാണ് പോകുന്നത്. ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത് സൗദി എയർലൈൻസ് ആണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഫ്ലൈറ്റിൽ കയറുന്നത്. ഫ്ലൈറ്റിൽ കയറിയ ഉടനെ ഒരു പടം കാണാമെന്ന് വിചാരിച്ചു. അമീർ ഖാൻ്റെ പ്രൊഡക്ഷൻസിലെ ലത്ത ലേഡീസ് എന്ന ഒരു അടിപൊളി പടമാണ് ഞാൻ കാണുന്നത്. നല്ല രസമുണ്ട് ഈ പടം കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. കുറേ സമയമായി. നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ ഫുഡും വന്നു കേട്ടോ. സൗദി എയർലൈൻസിലെ ഫുഡ് അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വെജിറ്റേറിയൻ ഫുഡാണ് സെലക്ട് ചെയ്തത്. ചോറുണ്ട്, ഒരു ബന്നുണ്ട്, പിന്നെ ഞാനൊരു ഓറഞ്ച് ജ്യൂസ് വാങ്ങി. പിന്നെ ഒരു പായസം, ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കടലയുണ്ട്. കടലയൊക്കെ വേവിച്ച് തേങ്ങയൊക്കെ ഇട്ട് നല്ല അടിപൊളി സംഭവം. ഫുഡൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ട് കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സൗദി എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. കിങ് ഖാലിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് സൗദിയിലെ എയർപോർട്ട്. സൗദിയുടെ ക്യാപിറ്റലായ റിയാദിലാണ് കിങ് ഖാലിദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 375 കിലോമീറ്റർ സ്ക്വയറാണ് ഇതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. 1983 കിങ് ഖാലിദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഓപ്പൺ ചെയ്തത്. ഒരു വർഷത്തിൽ 28.5 മില്യൺ പാസഞ്ചേഴ്സ് ഇതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഒരുപാട് അവാർഡുകളൊക്കെ ഈ എയർപോർട്ടിന് കിട്ടിയിട്ടുണ്ട്. 2025 തന്നെ 2 ഗോൾഡ് അവാർഡ് ഉണ്ട്. ഇൻ്റർനാഷണൽ എയർപോർട്ട് ഓഫ് ദി ഇയർ. 2024 ഇതിൻ്റെ പ്രവർത്തനം കൊണ്ട് മറ്റൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല അവാർഡുകളും ഈ എയർപോർട്ട് കരസ്ഥമാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് റിയാദിലെ കിങ് ഖാലിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഉണ്ട് ഇവിടെ എന്തൊക്കെ കാണാനുള്ളതെന്ന്. ഞാൻ അങ്ങനെ ഇതൊക്കെ നടന്ന് കാണുകയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. രാത്രി 12 മണിക്കാണ് ഞാൻ ഈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഉറക്കം മൂടായതുകൊണ്ട് ഇത് നന്നായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് അബുദാബിയിലും നമ്മുടെ ദുബായിലൊക്കെ എയർപോർട്ടാണ്. അബുദാബിയിലെ സെയ്ദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇവിടെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നേരെ അടുത്ത ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. അതായത് സൗദിയിൽ നിന്ന് ഇനി നേരെ പോകുന്നത് ഇറ്റലിയിലേക്കാണ്. അതൊരു ലോങ് ജേണിയാണ്. ഏകദേശം 10 മണിക്കൂർ യാത്രയുണ്ട്. ഏകദേശം 2 മണി സമയത്തൊക്കെയാണ് നമ്മൾ കയറിയത്. രാവിലെ ഒരു 7 മണി ആ സമയത്ത് നമ്മൾ റോമിലെത്തും. റോമിലെ ഫ്യുമിച്ചീനോ എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് എത്തുന്നത്. അപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട് റോമിൽ. അതിനു മുമ്പ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരു ആപ്പിൾ ജ്യൂസ് ഉണ്ട്, പിന്നെ ഒരു ക്രീം ബന്ന്, പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരു മിക്സ്ചർ ഉണ്ട്. ആപ്പിൾ, മുന്തിരിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു ചെറിയ ഐറ്റം. അതുപോലെ പൊട്ടറ്റോവും മുട്ടയും വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ബട്ടർ ഉണ്ട്, ജാമുണ്ട്, വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, ഹെവി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം ഞാൻ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചു. കാരണം ഇനി എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല, നല്ല പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ രാവിലെ 6:30 ആയിട്ടുണ്ട്. ഫ്ലൈറ്റ് റോമിൽ ലാൻഡ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ വന്നു. നല്ല രസമുണ്ട് കേട്ടോ ഈ രാവിലത്തെ ഒരു അറ്റ്മോസ്ഫിയർ, പുറമെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ റോം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഫ്യുമിച്ചീനോ എന്നാണ് ഇതിൻ്റെ പേര്. ഇനി ഇവിടുന്ന് നേരെ പോകുന്നത് റോം റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. റോമ ടെർമിനൽ എന്ന ഇറ്റാലിയനിൽ പറയാം. അവിടെ നിന്ന് എൻ്റെ താമസ സ്ഥലത്തേക്ക് പോകണം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വരുന്നത് റോം റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക.